എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷനിൽ റെഗുലർ വിഭാഗം, കമ്പാർട്ട്മെൻറ്റ് വിഭാഗം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലങ്ങൾ നാളെ പ്രഖ്യാപിക്കും. നാളെ വൈകുന്നേരം 3 മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം 4 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട സംശയമായിരുന്നു വിദ്യാർത്ഥികളുടെ റിസൾട്ട് എങ്ങനെയാണ് ഉണ്ടാവുക, അപ്പോൾ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു സബ്ജക്റ്റിന് എത്ര മാർക്ക് ഗ്രേസ് മാർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം, ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഒരു വിദ്യാർത്ഥി ജയിക്കുമോ, ഇതുപോലെ വിദ്യാർത്ഥികൾ നിരവധി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സംശയങ്ങൾക്ക് എല്ലാമുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അറിയാം, ജയിക്കാനായിട്ട് നിങ്ങളുടെ മാർക്ക് പരിഗണിക്കുന്ന സമയത്ത് നിങ്ങളുടെ TE മാർക്ക് മാത്രമേ ജയിക്കാനായിട്ട് പരിഗണിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ ഗ്രേസ് മാർക്കുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ TE മാർക്കിനോടൊപ്പം ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ, അതായത് GM എന്നുള്ള ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ ടോട്ടൽ നോക്കിയിട്ടാണ് ജയിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടോട്ടൽ നിങ്ങൾക്ക് 2 വർഷത്തെ ഈ ഒരു TE മാർക്ക് മാത്രമുള്ളവർക്ക് TE മാർക്ക് മാത്രം, അതായത് പരീക്ഷയിലെ മാർക്ക് മാത്രമുള്ളവർക്കാണ് TE മാർക്ക് മാത്രം നോക്കുന്നത്. അതുപോലെ പരീക്ഷയുടെയും ഗ്രേസ് മാർക്കിന് അർഹതയുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവരുടെ പരീക്ഷയുടെ മാർക്കായിട്ടുള്ള TE മാർക്കും അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ടോട്ടൽ കൂട്ടിയിട്ടാണ് ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 വർഷത്തെ മാർക്ക് കൂട്ടുന്ന സമയത്ത് അവർക്ക് ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 2 വർഷം കൂടി 36 കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 48 മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ ജയിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം ജയിക്കാനായിട്ട് അതായത് ഒരു വർഷം ജയിക്കാനായിട്ടല്ല, ഈ ഒരു +2 ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് വേണ്ടത്, അതുപോലെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടോ അല്ലെങ്കിൽ ജയിച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ റിസൾട്ട് പരിശോധിക്കുന്ന സമയത്ത് ഇതുപോലെയായിരിക്കും നിങ്ങളുടെ റിസൾട്ടിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാവുക. അപ്പോൾ റിസൾട്ടിൽ നിങ്ങളുടെ പേരുണ്ടാവും, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, അതുപോലെ ഫാദർ നെയിം, മദർ നെയിം, അതുപോലെ തന്നെ നിങ്ങൾ ഏത് കോഴ്സ് കോമ്പിനേഷനാണ് എടുത്തത് ആ ഒരു കോമ്പിനേഷൻ്റെ നെയിം, ഗ്രൂപ്പ് നെയിം എന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, ഏതാണ് അതനുസരിച്ചിട്ടാണ് ഈ ഒരു 3 ഗ്രൂപ്പുകളാണ് ഉണ്ടാവുക. അതിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഈ ഒരു 3 ഗ്രൂപ്പിൽ ഏതാണോ അതാണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് അവിടെ റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. റിസൾട്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് ഇടതെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ ഒരു എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ളതിന് പകരം നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു പരീക്ഷ ില്ല പകരം തോറ്റിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് എങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു പേജിൽ കാണുന്നത് പോലെ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഗ്രേസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവാർഡഡ് അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഗ്രേസ് മാർക്ക് കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങളുടെ റിസൾട്ട് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ റിസൾട്ടിൽ രേഖപ്പെടുത്തുക ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതായത് ഫസ്റ്റ് ഇയറിലെ മാർക്ക്, അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിലെ മാർക്ക്, അതുപോലെ ഗ്രാൻഡ് ടോട്ടൽ എന്നിങ്ങനെ 3 വിഭാഗത്തിലായിട്ടും, അതുപോലെ തന്നെ ഗ്രേഡ് ഒബ്റ്റൈൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ടോട്ടൽ ഗ്രേഡ് എത്രയാണോ അതും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇയറിലെ മാർക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് CE മാർക്ക്, അതുപോലെ തന്നെ TE മാർക്ക്, അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് ഗ്രേസ് മാർക്ക് രേഖപ്പെടുത്തുന്നതിനായിട്ട് GM എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോളം കൂടി കൊടുത്തത് കാണാം. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്നൊന്നും ഇല്ലാതെ ഇത്, അതുപോലെ തന്നെ ഇവിടെ ഗ്രേസ് മാർക്കിൻ്റെ അതായത് GM എന്നുള്ള കോളത്തിൽ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് അവിടെ ഗ്രേസ് മാർക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വിദ്യാർത്ഥിക്ക് +1ന് CE മാർക്കും TE മാർക്കും മാത്രമേ ഉള്ളൂ. അവിടെ നോക്കുന്ന സമയത്ത് ടോട്ടലായിട്ട് എത്ര കിട്ടിയെന്നുള്ളത് രേഖപ്പെടുത്തിയത് കാണാൻ പറ്റുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഇവിടെ സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിയുടെ, അതായത് നിങ്ങളുടെ റിസൾട്ടിൽ ഇതുപോലെയാണ് ഉണ്ടാവുക. CE മാർക്ക്, അതുപോലെ തന്നെ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് അതായത് PE മാർക്ക്, അതുപോലെ തന്നെ TE മാർക്ക്, അതുപോലെ തന്നെ GM, അതുപോലെ തന്നെ ടോട്ടൽ എന്നിങ്ങനെ 5 കോളംസാണ് ഉണ്ടാവുക. ഇതിൽ CE മാർക്ക് ഉണ്ടാവും. അതുപോലെ +2ന് പ്രാക്ടിക്കൽ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പ്രാക്ടിക്കൽ സബ്ജക്റ്റിൻ്റെ നേരെ അതിൻ്റെ മാർക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ TE മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഗ്രേസ് മാർക്കുള്ളൊരു വിദ്യാർത്ഥി ആയിരുന്നെങ്കിൽ അവിടെ ഗ്രേസ് മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ ഏത് സബ്ജക്റ്റിനാണ് ഗ്രേസ് മാർക്കിന് നിങ്ങൾക്ക് അർഹതയുണ്ടായിരുന്നത് അതിനനുസരിച്ച് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓരോ സബ്ജക്റ്റിൻ്റെ നേരെയുമുള്ള GM എന്നുള്ള ഈ ഒരു ബോക്സിൽ കൃത്യമായിട്ട് എത്ര മാർക്കാണ് കൊടുത്തത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗ്രേസ് മാർക്കിന് നിങ്ങൾക്ക് അർഹത ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അവിടെ GM എന്നുള്ള ബോക്സിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ്
സബ്ജക്റ്റിനാണ് എത്ര മാർക്കാണ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാകും. ഇങ്ങനെ ഇതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ടോട്ടലായിട്ട് ഓരോ സബ്ജക്റ്റിനും എത്ര മാർക്ക് വീതം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അവിടെ സെക്കൻഡ് ഇയറിലെ മാർക്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഇവിടെ റിസൾട്ടിൽ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് ഇയറിൻ്റെ മാർക്കും സെക്കൻഡ് ഇയറിൻ്റെ മാർക്കും ഈ 2 മാർക്കും കൂട്ടിയിട്ട് കിട്ടുന്ന മാർക്കാണ് ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാൻഡ് ടോട്ടൽ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം 2 വർഷത്തെ CE മാർക്ക്, അതായത് +1ൻ്റെയും +2ൻ്റെയും ടോട്ടൽ കൂട്ടിയിട്ടുള്ള CE മാർക്ക് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ടാകും ഗ്രാൻഡ് ടോട്ടലിൽ. അതുപോലെ പ്രാക്ടിക്കലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ പ്രാക്ടിക്കലിന് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് 2 വർഷം കൂടി ടോട്ടലായിട്ട് എത്ര ഉണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ TE മാർക്ക് എന്ന് പറയുമ്പോൾ പരീക്ഷയുടെ മാർക്ക്, പരീക്ഷയുടെ ഇവിടെ ഫസ്റ്റ് ഇയറിന് ലഭിച്ച TE മാർക്കും അതുപോലെ സെക്കൻഡ് ഇയറിന് ലഭിച്ച TE മാർക്കും ടോട്ടൽ കൂട്ടിയിട്ട് എത്രയാണുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ GM എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളം ഗ്രാൻഡ് ടോട്ടലിൽ കാണാം. നിങ്ങൾക്ക് 2 വർഷവും ഗ്രേസ് മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ 1 വർഷമേ ഗ്രേസ് മാർക്ക് ഉള്ളുവെങ്കിൽ അങ്ങനെ ടോട്ടലായിട്ട് 2 വർഷത്തെയും കൂടി എത്രയാണ് ഗ്രേസ് മാർക്ക് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ GM എന്നുള്ള കോളത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനുശേഷം ഇവിടെ ടോട്ടൽ എന്നുള്ള കോളത്തിൽ നിങ്ങൾക്ക് 2 വർഷം ടോട്ടലായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്ന CE മാർക്ക്, PE മാർക്ക്, TE മാർക്ക് അതുപോലെ ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് GM എന്നുള്ള കോളത്തിലും മാർക്ക് ഉണ്ടാകും. അങ്ങനെ ടോട്ടൽ കിട്ടിയത് എത്രയാണോ ആ ഒരു മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഗ്രേഡ് ഒബ്റ്റൈൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ, അതായത് ഈ ഒരു ടോട്ടൽ മാർക്കിന് ഏത് ഗ്രേഡാണ് ഉൾപ്പെടുക, ഏത് ഗ്രേഡിൻ്റെ റേഞ്ചിലാണ് ഉൾപ്പെടുന്നത് അതിനനുസരിച്ച് ആ ഒരു സബ്ജക്റ്റുകൾക്ക് നേരെ 2 വർഷത്തെ ടോട്ടൽ ഗ്രേഡ് എത്രയാണോ അത് ഇവിടെ A+, ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ആ ഒരു വിദ്യാർത്ഥിക്ക് എത്ര മാർക്കാണ് ഗ്രാൻഡ് ടോട്ടലിൽ ടോട്ടൽ കിട്ടിയത് അത് ഏത് ഗ്രേഡിൻ്റെ റേഞ്ചിലാണ് വരുന്നത് അതിനനുസരിച്ച് ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു ഗ്രേഡ് അവിടെ ഗ്രേഡ് ഒബ്റ്റൈൻഡ് എന്നുള്ള ഭാഗത്ത് രേഖപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം GM എന്ന് പറഞ്ഞാൽ ഗ്രേസ് മാർക്കാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ തന്നെ ഓരോ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സബ്ജക്ട്സിൻ്റെ മാർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സബ്ജക്റ്റുകൾക്കും ഈ ഒരു പ്രാക്ടിക്കൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവിധ സബ്ജക്റ്റുകളും ഈ ഒരു 80 മാർക്കിൽ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ഇവിടെ ഒരു സബ്ജക്റ്റിൻ്റെയും പ്രാക്ടിക്കലിൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ പ്രാക്ടിക്കലിൻ്റെ മാർക്ക് കൊടുക്കാത്തത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി പരീക്ഷ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പരീക്ഷ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ഇവിടെ GM എന്നുള്ളൊരു കോളം ഉണ്ടാകും. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ GM കോളത്തിൽ എവിടെയെങ്കിലും മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇനത്തിന് ഗ്രേസ് മാർക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതുപോലെ സെക്കൻഡ് ഇയറിലെ GM കോളം നോക്കിയിട്ട് അവിടെ ഏതെങ്കിലും സബ്ജക്റ്റിന് മാർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലെ എന്തെങ്കിലും ആക്ടിവിറ്റീസിന് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ 2 വർഷം കൂടി ടോട്ടൽ എത്ര ഗ്രേസ് മാർക്ക് ലഭിച്ചു എന്നറിയാനായിട്ട് ഇവിടെ GM എന്നുള്ള ഗ്രാൻഡ് ടോട്ടലിലെ ഗ്രേസ് മാർക്കിൻ്റെ ആ ഒരു ടോട്ടൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വർഷം കൂടി എത്ര ഗ്രേസ് മാർക്ക് ഇനത്തിൽ കിട്ടിയെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് നിങ്ങൾ തോൽക്കാൻ സാധ്യതയുള്ള സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ തോൽക്കാൻ സാധ്യതയുള്ള സബ്ജക്റ്റുകൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുക. അതിനുശേഷം മാത്രമാണ് ജയിച്ചൊരു സബ്ജക്റ്റിന് ഈ ഒരു പ്രയോറിറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്നത് സെക്കൻഡ് ഇയറിലാണ്. അതായത് നിലവിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ അത് ഇവിടെയാണ്. അത് സെക്കൻഡ് ഇയറിലെ മാർക്കിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യുക. പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് മാർക്കിൻ്റെ കൂടെയാണോ രേഖപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഗ്രേസ് മാർക്ക് രേഖപ്പെടുത്തുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ റിസൾട്ടിൽ എത്രയാണ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തും. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് പരീക്ഷയിൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 രീതിയിലാണ്, അതായത് TE മാർക്ക്, അത് പരീക്ഷയിൽ കിട്ടിയ മാർക്കും GM മാർക്ക്, അതായത് ഗ്രേസ് മാർക്കിൻ്റെ ആ ഒരു മാർക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ റിസൾട്ടിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഓരോ സബ്ജക്റ്റിന് ജയിക്കാൻ ആവശ്യമായിട്ട് എത്ര മാർക്ക് കുറവുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഇനി ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ സിമ്പിളായിട്ട് പരിശോധിക്കാൻ പറ്റുക നിങ്ങളുടെ റിസൾട്ടിൻ്റെ ആ ഒരു ഡൗൺലോഡ് ചെയ്യുന്ന പ്രിൻ്റ് ഔട്ടിൽ റിസൾട്ട് എന്നുള്ള ഭാഗത്ത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേസമയം നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ നിങ്ങൾ തോറ്റിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു വിദ്യാർത്ഥി തോറ്റിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് തോറ്റിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഇവിടെ ഒരു TE മാർക്ക് ആണ് നോക്കേണ്ടത്. TE മാർക്ക് എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്കാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 2 വർഷം കൂടി വരുമ്പോൾ 160ലാണ് വരിക. അപ്പോൾ 160ൽ നിങ്ങൾക്കൊരു 48 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 2 വർഷം കൂടി 120ലാണ് വരിക. അപ്പോൾ 120ൽ നിങ്ങൾക്ക് 36 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കുന്നതാണ്. ഞാനിപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു TE മാർക്കും
GM മാർക്കും ടോട്ടൽ കൂട്ടിയിട്ട് വേണം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ 36 48 2 വർഷം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനായിട്ട്. നിലവിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു റിസൾട്ടിൽ പ്രത്യേകിച്ച് അത് ഈ ഒരു 48 36 ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട ആവശ്യമില്ല. TE മാർക്ക് തന്നെ ഏകദേശം, അതായത് നല്ലൊരു ഗ്രേഡ് ലഭിക്കേണ്ട TE മാർക്ക് തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം തന്നെ റിസൾട്ട് വന്ന ശേഷം റിസൾട്ട് എന്നുള്ള ഭാഗത്ത് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണോ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണോ നോക്കുക. എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് പാസ്സാണ്, നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ആണെങ്കിൽ അത് ഫെയിൽഡ് ആണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ ഗ്രേസ് മാർക്കിനനുസരിച്ച് അവിടെ ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഏത് വർഷത്തെ സബ്ജക്റ്റുകൾക്കാണ് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ളത്, +2 നിങ്ങളിപ്പോൾ +2 റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ +2ൻ്റെ റിസൾട്ടിൻ്റെ മാർക്കിൻ്റെ കൂടിയായിരിക്കും ഈ ഒരു ഗ്രേസ് മാർക്ക്, അതായത് ഈ ഒരു കോളത്തിലായിരിക്കും നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ ജയിക്കുകയോ പോവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഒരു തോറ്റ വിദ്യാർത്ഥികൾ +2ൻ്റെ സേ പരീക്ഷ എഴുതുകയോ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം, അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു ഗ്രേസ് മാർക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സിമ്പിളായിട്ട് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.